48 പ്രാവശ്യം ആ മൗലവി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പ്രസംഗത്തിൽ പറഞ്ഞു. 4 മിനിറ്റ് കൊണ്ട് 48 പ്രാവശ്യം. ഒരൊറ്റ പ്രാവശ്യം സലാത്ത് ചൊല്ലിപ്പോയില്ല കേട്ടോ. റസൂല് നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനത്തെ എല്ലാ വാചകവും പറഞ്ഞിട്ടും ഒരു സലാത്ത് മൗലവി 48 പ്രാവശ്യം 4 മിനിറ്റ് കൊണ്ട് പറഞ്ഞു. ഞാനത് അയാളെ നാട്ടിൽ പോയി പ്രസംഗിക്കുമ്പോൾ കേൾപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് അയാൾ എന്നെ പറയുന്നത്, നബിയുടെ പേരിൽ സലാത്ത് ചെല്ലാത്തവൻ ബഖീലാണ്, അവൻ തൊലയട്ടെ. അതും ഞാൻ പിന്നെ കേൾപ്പിച്ചു തരാം. ആദ്യം നിങ്ങൾ കേൾക്കുന്നത് 48 പ്രാവശ്യം നബിയുടെ പേര്. അതിന്റെ ഇടക്കാണ് അയാൾ മാണിക്കക്കല്ല് എന്ന് പറഞ്ഞത്. മാണിക്കക്കല്ല് കാണിക്കേണ്ടിട്ട് കാണിക്കുന്നത്. മാണിക്കക്കല്ല് എന്ന് നബീനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ സംബന്ധിച്ച് ആവർത്തിച്ച് പറയും. അപ്പൊ നിങ്ങൾ ചോദിക്കും, ചിലപ്പം പ്രസംഗിക്കുമ്പോ ഒക്കെ ഇടയ്ക്ക് സ്വലാത്ത് നമ്മളോടും വിട്ടു, 1-2 പ്രാവശ്യം വിട്ടു, സാധാരണയാണ്. പക്ഷെ അങ്ങനെ കുറഞ്ഞുകൊണ്ടാ നമ്മൾ അവസാനം ഒരു 10 സ്വലാത്തും ചൊല്ലി നിർത്തുന്നത്. കാരണം വേണമെങ്കിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആകെ വൈകിച്ചോട്ടെ വെച്ചിട്ട് ഇവർക്കൊട്ടത് പറ്റൂല്ലല്ലോ. അപ്പോ ഓരോ 48 ഒരു പ്രാവശ്യം 2 പ്രാവശ്യം 10 പ്രാവശ്യം നിങ്ങൾക്ക് തക്കലേരും. ഒരൊറ്റ 48 പ്രാവശ്യം ഒന്ന് എണ്ണിക്കോളി. നിങ്ങൾ വേണേ ഒന്ന് എണീറ്റ് നിന്നോളി, എന്നിട്ട് ഒന്ന് കേട്ടോളി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുകഴ്ത്തിയിട്ടാ പറയുന്നത്. മാണിക്കക്കല്ല് ഇത് മൗലവി പറയുമ്പോൾ ശരിക്കും ശ്രദ്ധിച്ചോ. ഞാൻ ചോദിക്കുന്ന ഈ മൗലവിമാരോട്, നിങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് പറഞ്ഞൂടെ നബിനെ മാണിക്കക്കല്ല് എന്ന് കല്ലാക്കി വെക്കുവനെ? ആദർശത്തിന് വേണ്ടിയല്ലേ നമ്മൾ ജീവിക്കുന്നത്? ആ റസൂലുള്ളാഹിനെ സ്നേഹിക്കാനല്ലേ റസൂൽ നമ്മളോട് പറഞ്ഞത്? ഞാൻ അവന് പ്രിയങ്കരനാകുന്നത് വരെ അവന്റെ മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, അതുപോലെ തന്നെ ലോകത്തുള്ള മറ്റെല്ലാവരെക്കാളും എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങളിൽ ഒരാൾ മുഅ്മിനായി തീരുന്നതല്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതല്ലേ. ആ റസൂലുള്ളാഹിയുടെ സ്വഭാവം സ്വീകരിക്കുന്ന ആളുകളല്ലേ. അല്ലാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് ഏതൊരു കാര്യത്തിലും അവിടുന്ന് എല്ലാ സ്വഭാവവും തികഞ്ഞൊരു വ്യക്തിത്വമായിരുന്നല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം ഖുർആനായിരുന്നു. ആ ഖുർആനിൽ പറഞ്ഞ എല്ലാ ആശയങ്ങളും റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അവിടുന്ന് മിസാലുൻ ലിൽ ഫദായിലി, എല്ലാ ശ്രേഷ്ഠതകൾക്കും അവിടുന്ന് മാതൃകയായിരുന്നു, ഉദാഹരണമായിരുന്നു. ഈ ലോകത്തിന്റെ മുഴുവൻ വെളിച്ചം കാണിക്കാൻ ആ റസൂലുള്ളാഹിയാകുന്ന സൂര്യന്റെ പ്രഭയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന, ധരിപ്പിക്കുന്ന, റസൂലുള്ളാഹിയുടെ ആദർശത്തിന് വേണ്ടി നിലകൊള്ളുന്ന മുജാഹിദ് പ്രസ്ഥാനത്തെയോ അതിന്റെ പ്രവർത്തകന്മാരെയോ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ കാളായെന്ന് റസൂലുള്ളാഹിനെ ഞങ്ങൾ വിളിച്ചു എന്ന് പറഞ്ഞിട്ടില്ലേ? പച്ചക്കള്ളമാ നിങ്ങളാ പറഞ്ഞത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു സുഹൃത്തുക്കളെ. ഇത് നിങ്ങൾ കൃത്യമായി പഠിച്ചു വെച്ചോ. ഇയാളെന്താ പറഞ്ഞത്? അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അള്ളാഹുവിന്റെ റസൂലിനെ കണ്ടപ്പോ തക്ബീർ ചൊല്ലി എന്ന് പറഞ്ഞില്ലേ? റസൂലുള്ളാഹിനെ കാണുമ്പോൾ റസൂലിനെ വരുമ്പോഴൊക്കെ അവർ തക്ബീർ ചൊല്ലിയെന്നോ സഹാബത്ത്? ഞാനെന്താ അങ്ങനെ പറയാൻ കാരണം? അള്ളാഹുവിന്റെ റസൂല് വരുമ്പോഴൊക്കെ നിങ്ങൾ തക്ബീർ ചൊല്ലണമെന്നും നബിയെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണമെന്ന് നബി ഒരിക്കലും ആശിച്ചിട്ടില്ല. മാത്രമല്ല അള്ളാഹുവിന്റെ റസൂല് വരുമ്പോ എഴുന്നേറ്റ് നിൽക്കുന്നത് റസൂലുള്ളാഹിക്ക് വെറുപ്പായിരുന്നു. റസൂലുള്ളാഹി അതിൽ അനിഷ്ടം പ്രകടിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ അമുസ്ലിമീങ്ങൾ അവരുടെ രാജാവിനെ കാണുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ അങ്ങനെ നിന്ന് ബഹുമാനിക്കല്ല എന്ന് അല്ലാഹുവിന്റെ വിനയം കാണിച്ചിട്ടുണ്ട്. അത്രത്തോളം വിനയത്തിന്റെ ഉടമയാണ് റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ വിനയം നോക്കൂ, റസൂലുള്ളാഹിയുടെ വിനയം നോക്കൂ. റസൂലെന്ന ഈ ലോകം കണ്ട ഏറ്റവും വലിയ മുത്തുമാണിക്കക്കല്ല് അശ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹ്. ആ റസൂലുള്ളാഹി അങ്ങ് കയറി വരുമ്പോ എഴുന്നേൽക്കുന്നത് റസൂലുള്ളാഹി ഇഷ്ടപ്പെട്ടിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ ഒരു മജ്‌ലിസിലിരിക്കുമ്പോ, റസൂലൊരു മജ്‌ലിസിലിരിക്കുന്ന നേരത്ത് ഏതാണ് റസൂലെന്ന് തിരിച്ചറിയാൻ പോലും കഴിയാതെ ഒരു ജാടയും കാണിക്കാത്ത മുത്തുമാണിക്കക്കല്ല് മുഹമ്മദ് റസൂലുള്ളാഹ്. ആ റസൂലുള്ളാഹിനെ കാണാനും സംസാരിക്കാനും വേണ്ടി വിദേശ രാജ്യത്ത് നിന്ന് ആളുകൾ വരുമ്പോ മുഹമ്മദ് റസൂലുള്ളാഹിനെ ഒന്ന് കാണണം, അവിടുത്തോട് 2 വാക്ക് സംസാരിക്കണം, അവിടുത്തിൽ നിന്നൊന്ന് ദീൻ പഠിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ വിദേശ പ്രതിനിധികൾ വരുമ്പോ റസൂലുള്ളാഹിയും സഹാബത്തും
ഒരുമിച്ചിരിക്കുന്ന മജ്‌ലിസിൽ വെച്ച് ആരംഭ റസൂല് ആരാണെന്ന് തിരിച്ചറിയാൻ പോലും വന്ന വിദേശ പ്രതിനിധിക്ക് സാധിക്കാതായതുകൊണ്ട്, കാരണം അവരുടെ വേഷത്തിൽ ജാടയില്ല, ഇരുത്തിൽ ജാടയില്ല, ആളുകളുടെ മുമ്പിൽ ജാടയുടെ കാട്ടിക്കൂട്ടലുകളില്ല. മുഹമ്മദ് റസൂലുള്ളാഹ് അവരിൽ ഒരുവനായി വിനയത്തോടുകൂടി ആ സദസ്സിലിരിക്കുന്നത് കൊണ്ട് ഏതാണ് മുഹമ്മദ് എന്ന് വരുന്ന വ്യക്തികൾ ചോദിച്ച് മനസ്സിലാക്കാറായിരുന്നു പതിവ്. മന്നിൽക്കും മുഹമ്മദ്, മന്നിൽക്കും മുഹമ്മദ്, നിങ്ങളുടെ കൂട്ടത്തിൽ മുഹമ്മദ് ആരാണ്, ആരാണ് നിങ്ങളുടെ കൂട്ടത്തിലെ മുഹമ്മദ് ജനങ്ങളെ എന്ന് സഹാബത്തിരിക്കുന്ന മജ്‌ലിസിൽ നിന്നുകൊണ്ട് വിദേശത്ത് നിന്ന് വരുന്ന പ്രതിനിധികൾ ചോദിക്കാൻ മാത്രം വിനയത്തോടെ മുഹമ്മദ് റസൂലുള്ളാഹി ജാടയുടെ ആളല്ല, നിങ്ങൾ ജാടയാണ് കാണിക്കാറുള്ളത്. എത്ര പ്രാവശ്യം? 48 പ്രാവശ്യം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് പറഞ്ഞു. ഒറ്റ പ്രാവശ്യം സലാത്തിയില്ല. അതിലെടുക്ക് പറഞ്ഞെന്താ, എഴുന്നേറ്റ് നിൽക്കാൻ പാടില്ല എന്ന് നബി പറഞ്ഞിരിക്കുന്നു. ആ ഹദീസ് ദഈഫല്ലേ മൗലവി? ദഈഫ് അറിയില്ലല്ലോ നിങ്ങൾക്ക്, സഹീഹല്ലേ പറ്റുള്ളൂ. അത് ദഈഫാണെന്ന് ഫത്വ തരുന്നില്ലേ? ഇനി ദഈഫ് കൊടുത്ത് നടക്കാനാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനിച്ചോന്ന് പേടിച്ചിട്ടേ ദഈഫായ ഹദീസ് നടക്കാൻ. പിന്നെ കാളാന്ന് പറഞ്ഞുള്ളൂ അല്ലേ? നിങ്ങൾ പറഞ്ഞില്ലേ തക്ബീർ ചൊല്ലൽ കാളിനെ കാണുമ്പോഴാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ സഹാബത്ത് തക്ബീർ ചൊല്ലിയിട്ടില്ലേ? അതിന്റെ തെളിവൊക്കെ ഞാൻ നാളാണെന്ന് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, നിങ്ങൾ കാളാന്നറിയ ആരെയാണ്? ഇവിടുന്ന് പറഞ്ഞില്ലേ നിങ്ങളും കാളനെ കാണുമ്പോൾ പോത്തിനെ കാണുമ്പോൾ തക്ബീർ ചൊല്ലും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വരുമ്പോൾ സഹാബത്ത് തക്ബീർ ചൊല്ലില്ലേ? അല്ലാഹു അക്ബർ ജാഅ മുഹമ്മദ്, അല്ലാഹു അക്ബർ ജാഅ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? 48 പ്രാവശ്യം പറഞ്ഞിട്ടുള്ള സലാത്തിൽ ചങ്ങാതി പറഞ്ഞോ. ഒരിക്കൽ പറഞ്ഞ് സൂര്യൻ, ഒരിക്കൽ പറഞ്ഞ് മുത്ത് മാണിക്കക്കല്ലുണ്ട് 2 പ്രാവശ്യം. നിങ്ങൾ നബീനെ മാണിക്കക്കല്ലാക്കി ഞങ്ങൾക്ക് പറഞ്ഞൂടെ? നബിക്കല്ല, ഞങ്ങൾ വൈരാക്കി പൊയ്യാക്കിയില്ലേ? നിങ്ങൾ പറഞ്ഞു നിങ്ങൾ മാണിക്ക കല്ലാക്കിയില്ലേ? ജീവനക്കൂടില്ലാത്ത കല്ലും അങ്ങനെയുണ്ടോ? അത് ആലങ്കാരികമായി പറയുന്നതല്ലേ? എന്തേ ഇവർക്ക് ഇങ്ങനെ ഒരു കുട്ടി എവിടെ പോയത്? എന്നാ സലാത്ത് ചെല്ലാത്ത മൗലവി ഉണ്ടല്ലോ, ആ മൗലവിന്റെ അവസ്ഥ എന്താണെന്ന് അയാൾ ഇതൊന്നും പറയട്ടെ. ഇതിനെക്കാണ് രസമുള്ള ഇത് വരാൻ അവൻ തുലയട്ടെ